കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി EMSനെ പഠിക്കുവാനും അറിയുവാനും ഇടമൊരുക്കിയ നിയമസഭാ മ്യൂസിയത്തിൽ സജ്ജീകരിച്ച EMS സ്മൃതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിന് നേരെ പിടിച്ച കണ്ണാടിയാണ് EMS സ്മൃതിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭയിലെ ജി കാർത്തികേയൻ മ്യൂസിയത്തിലാണ് കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടിന് ആദരമർപ്പിച്ച് സ്മൃതി സജ്ജമാക്കിയത്. നിയമസഭാ മ്യൂസിയത്തിൽ സജ്ജീകരിച്ചിട്ടുള്ള EMS സ്മൃതി ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിന് നേരെ പിടിച്ച കണ്ണാടിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വ്യാജ ചരിത്രങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന കാലത്ത് യഥാർത്ഥ ചരിത്രത്തെ വസ്തുനിഷ്ഠമായി പഠിക്കാൻ ഇത്തരം സംരംഭങ്ങൾ സഹായിക്കുമെന്നും EMS സ്മൃതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. യഥാർത്ഥ ചരിത്രരേഖകൾ വെളിപ്പെടും മുൻപ് തന്നെ വ്യാജ ചരിത്രം ജനമനസ്സുകളിൽ പല വഴിക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ചരിത്രത്തെയും പൈതൃകത്തെയും കുറിച്ചുള്ള അടിസ്ഥാന ധാരണകളെപ്പോലും അത് മാറ്റിമറിയും. അതാകട്ടെ വലിയ സാമൂഹിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ചരിത്രത്തിലുണ്ടാകുന്ന പ്രതിലോമകരമായ സാമൂഹിക ഇടപെടലുകളെ ചെറുത്തോൽപ്പിക്കുന്നതിന് വസ്തുനിഷ്ഠമായി ചരിത്രം പഠിക്കാനും മനസ്സിലാക്കാനുമൊക്കെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടണം. അതാണ് ഈ മ്യൂസിയത്തിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. EMS നമ്പൂതിരിപ്പാടിന്റെ മകൾ EM രാധ അടക്കമുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ആധുനിക സംവിധാനങ്ങളോടെയാണ് EMS സ്മൃതി നിർമ്മിച്ചത്. പരിപാടിയിൽ സ്പീക്കർ AN ഷംസീർ അധ്യക്ഷത വഹിച്ചു. നിയമസഭ സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്കും അക്കാദമിക് താൽപര്യമുള്ളവർക്കും ഹൈടെക് മ്യൂസിയം പ്രയോജനകരമാകുമെന്ന് സ്പീക്കർ പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.